ഇറാൻ അമേരിക്ക യുദ്ധഭൂമിയിൽ നടന്ന സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ നയതന്ത്ര രംഗത്തും നിർണായക നീക്കങ്ങൾ നടക്കുകയാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവനകൾ ഈ പ്രദേശത്ത് സമാധാനം കൈവരിക്കുന്നതിനുള്ള സാധ്യതകളും അതിനു മുന്നിലുള്ള വെല്ലുവിളികളും ഒരുപോലെ തുറന്നു കാട്ടുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ഏതൊരു ചർച്ചയും വിജയകരമാകണമെങ്കിൽ അതിന് അടിസ്ഥാനം വെടിനിർത്തൽ കരാറുകളായിരിക്കണം, പ്രത്യേകിച്ചും ലെബനനിൽ. എന്നാൽ ഈ കരാറുകൾ പാലിക്കുന്നതിൽ അമേരിക്കയുടെ സത്യസന്ധതയാണ് പ്രധാനമായ നിർണായക ഘടകമെന്ന് ഇറാൻ തുറന്നു പറയുന്നു. ഏപ്രിൽ 9 മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ബഖായി ലെബനനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണങ്ങളെ അദ്ദേഹം കർശനമായി വിമർശിക്കുകയും അവയെ കുറ്റകൃത്യങ്ങളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ആക്രമണങ്ങൾ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. ലെബനനിലെ ജനങ്ങളോടും സർക്കാരിനോടും ഇറാന്റെ ജനതയുടെ ഐക്യദാർഢ്യം അദ്ദേഹം ഉറപ്പു നൽകി. ഈ സന്ദേശം ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, മറിച്ച് ഒരു വികാരപരമായ പ്രതികരണവുമാണ്. യുദ്ധം കൊണ്ടുവന്ന മനുഷ്യാവകാശ പ്രതിസന്ധികൾക്കും മനുഷ്യജീവിതത്തിന്റെ നഷ്ടത്തിനും ഇറാൻ നൽകിയ പ്രാധാന്യമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ലെബനനിലെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ ബഖായി പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമാണ്. സൈനിക ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് ജനങ്ങളുടെ ആത്മവിശ്വാസവും ഐക്യവും എന്നതാണ് ഇറാന്റെ വിലയിരുത്തൽ. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ ആക്രമണങ്ങൾക്കിടയിലും ലെബനനിലെ ജനങ്ങൾ കാഴ്ചവെച്ച ഐക്യദാർഢ്യവും ധൈര്യവും ഇറാനെ പ്രചോദിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഇറാനിയൻ ജനതയ്ക്ക് ലെബനനിൽ നിന്നും ലഭിച്ച പിന്തുണയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിലാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ ബഖായി എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാന വിഷയം പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥതയുടെ പങ്കാണ്. പാകിസ്ഥാൻ നിർദ്ദേശിച്ച വെടിനിർത്തൽ ധാരണ ലെബനനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കരാറിന്റെ ഭാഗമായി എല്ലാ മുന്നണികളിലും യുദ്ധം നിർത്താൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ പ്രതിബദ്ധതയിൽ നിന്നുള്ള ഏതെങ്കിലും പിന്മാറ്റം അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ പ്രസ്താവനകൾ വഴി ഇറാൻ ചർച്ചകളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ചില നിർണായക വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നുവെന്നും വ്യക്തമാണ്. എന്നിരുന്നാലും ഈ ചർച്ചകളുടെ യഥാർത്ഥ ലക്ഷ്യം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതിലുപരി നയതന്ത്ര പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നതാണെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അമേരിക്കയോട് ഇപ്പോഴും അവിശ്വാസം നിലനിൽക്കുന്നതായി ഇറാൻ തുറന്നു പറയുന്നു. ഈ അവിശ്വാസം ചർച്ചകളുടെ പുരോഗതിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ മധ്യപൂർവേഷ്യയിലെ ഈ പുതിയ ഘട്ടം സൈനികവും നയതന്ത്രവുമായ നീക്കങ്ങളുടെ സമന്വയമാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും അതിന് പിന്നിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ അതീവ സങ്കീർണമാണ്. ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സമാധാനം വലിയ ശക്തികളുടെ തീരുമാനങ്ങളെയും അവയുടെ വിശ്വാസ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ലോകം മുഴുവൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഒരു നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.